ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ അച്ചായനെ തമ്മിൽ കണ്ടിട്ട് അച്ചായനെ കാണണമെന്ന് കരുതി വന്നേക്കോണെങ്കിൽ തീർച്ചയായിട്ടും അച്ചായനെ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇന്നലെ ഒരു ലോഡ് സാധനം അച്ചായൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ വീട്ടിൽ വന്നാൽ നമുക്ക് പൊന്തനും കൂടി ഇല്ല സത്യം പറഞ്ഞാൽ. ഇതൊന്നും പൊന്തൂല ഒറ്റ കൈ കൊണ്ട് അത്രയുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, ഇത് അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇൻട്രോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. പൊന്തണില്ലാറില്ല രാജ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അച്ചായ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. ഒന്നില്ലാതെ വേറെ ഒന്നുമല്ല, അച്ചായനെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. അച്ചായൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് രാത്രിയിലാണ്. രാത്രി 10-10:30 ആയിട്ടുണ്ട് വന്നപ്പോൾ. അപ്പോൾ ആ ഒരു നേരത്ത് ഞാൻ തന്നെ എഡിറ്റിങ്ങിലായിരുന്നു. പിന്നെ ആ നേരത്തെ നിങ്ങൾക്ക് അച്ചായനെ കാണിച്ചത് അച്ചായൻ്റെ ആ ഒരു ക്വാളിറ്റി ശരിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ അച്ചായൻ വരും, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഒരു ദിവസം പകല് വരും. ഇതിപ്പോൾ തൽക്കാലം ഇതുപോയി പാസ് ചെയ്തപ്പോൾ അച്ചായൻ്റെ സുഹൃത്തുണ്ട് നിലമ്പൂർ, രാജേഷേട്ടൻ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ ആ ഒരു പോണ പോക്കിൽ കയറിയതാണ്. ഇതൊക്കെ എന്നാലും അച്ചായ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി വെച്ച് പോയതാണ്. എന്താ കുറേ സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സാധനം അരിയാണ്. മട്ടരി പൊഴിയും മട്ടരി എന്താ പറയുക, ഒരു മാസം അല്ലെ 2 മാസത്തേക്ക് തിന്നാനുള്ള സാധനം ഉണ്ടോണ്ട് വരും അല്ലേ. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം അല്ലേ. അരിൻ്റെ കുറേ മാസം തിന്നാ. അതിന്റെ നമുക്ക് ആര്യന്റെ ഇത് ആര്യക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതെങ്ങനെ ചാടി കുപ്പായം. അത് കുപ്പായം, ഒരു ടീഷർട്ട് പോലത്തെ ഐറ്റം ഉണ്ടല്ലേ. അങ്ങനെയാണിത്. ഇത് അമേരിക്കയിൽ നിന്നും അച്ചായന്റെ വൈഫ് മീൻ ചേച്ചിയാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് വാങ്ങിയിട്ടുള്ളതെന്നാണ് അച്ചായനോട് പറഞ്ഞത്. എന്തായാലും 5 വയസ്സിന് കറക്റ്റ് ആക്കിയിട്ട് വാങ്ങിയതാണ്. കൊള്ളാം, അടിപൊളി ലാര്യ. അതിന് നമുക്ക് വേറെ മാറ്റി വെക്കാം. ഒരു കൂട്ടം ലാര്യക്ക് 2 കൂട്ടമുണ്ട്. 2 കൂട്ടം. ഇതൊക്കെ ഞങ്ങൾ ജസ്റ്റ് കൂട്ടി ചെയ്തു കേട്ടോ. ഇത് ചിന്നുവിന് വേണ്ടിയിട്ട് മേഡ് ഇൻ അമേരിക്ക എന്തുകൊണ്ടും ചിന്നുവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അച്ചായന്. ഇതിനാണ് കേട്ടോ. ഇത് ഫോർ മാനാണ്. അപ്പോൾ ഇത് എനിക്കുള്ളതാണ്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ. ഇതിൻ്റെ ആക്കൊന്ന് കാണാം. ഉണ്ടോ ബോട്ടിൽ? വാവ്, ഫാന്റാസ്റ്റിക്. ഇങ്ങോട്ട് അടിച്ചത് അപ്പോൾ ശരിക്കും. പിന്നെ ഇതിൻ്റെ കവർമണ്ട. അപ്പോൾ ഒറിജിനലാണ്ടാ, സാധനം ഡൂപ്ലിയല്ല, ഒറിജിനലാണ്. ഇതും ഈ സ്പ്രേ ഇതൊക്കെ മൂപ്പര് അവിടെ നിന്ന് കൊണ്ടുവന്നാണെന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ ചോക്ലേറ്റിന് എവിടെ നിന്ന് കൊണ്ടുവന്നാണെന്ന് എനിക്കറിയില്ല. ചോക്ലേറ്റ് എവിടെ നിന്ന് ഉള്ളതാണെന്ന് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതിന്മേ FSSAI ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കൊണ്ടുവന്നതാണോ. സ്നിക്കേഴ്സിൻ്റെ വേണ്ട സ്നിക്കേഴ്സ്. അപ്പോൾ അത് അങ്ങനെ ഒരു സഞ്ചി കഴിഞ്ഞിരിക്കണം. നല്ലൊരു സഞ്ചി ഇട്ടിരിക്കണം. എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് സഞ്ചി. അപ്പോൾ സഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കവറോ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലേ. ഈ ഒരു കവർ പൊട്ടിച്ച് നോക്കാം. എത്ര ഇത് സാധനം കയറിയതാണ്. ഇതിന് മുമ്പ് അച്ചായ ഞാനിപ്പോൾ യാത്ര ചെയ്തന്ന് ഇവിടേക്ക് വന്നായിരുന്നു. അന്ന് ഇതേപോലെ ഞങ്ങളെ കണ്ടിട്ടില്ല. അന്ന് ഇതേപോലെ സാധനം കൊണ്ടാ വന്നത് അല്ലേ. ഇതിനേക്കാൾ ഉണ്ടാന്ന് ഇല്ലേ, നോക്കണം മതി. ഇത് ഓയില് അതേപോലെ തന്നെ ആര്യമോള് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇറക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ. ഇതെന്താ ജാമാ? ജാം ഓരോ 2 എത്ര ഉണ്ടെന്ന് അറിയില്ല. പഞ്ചസാരയാണിത്. പച്ചരിയോ? പച്ചരി അല്ലത്? പച്ചരി. ഓക്കെ, പച്ചരിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവനെ കൊടുക്കാം. ഇത് റവയാണല്ലേ. ഇത് ഇറച്ചി മസാലയാണ്. അതെ, ഇറച്ചി മസാല. ചായപ്പൊടി. എന്നിട്ടെന്താ അപ്പപ്പൊടിയാ? പാലപ്പം നമ്മൾ ഉണ്ടാക്കലുണ്ടോ? ഉണ്ടാക്കാം. ഇത് മഞ്ഞൾപ്പൊടി അല്ലേ. മഞ്ഞൾപ്പൊടി വേണ്ടായിരുന്നോ? കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മളത്തില്ല, അത്യാവശ്യം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അത് പിന്നെ കാശ്മീരി. പിന്നെ ടാങ്ക് വെള്ളം കിടക്കാൻ. ടാങ്ക് വെള്ളം കിടക്കാൻ. ഓ പിന്നെ ഫേവറേറ്റ് സാധനം
ഇത് സ്പെഷ്യലായിട്ട് എനിക്ക് കൊണ്ടുവന്നതാണെന്നാ പറഞ്ഞത്. അവില് നീ ചായയില ഈ ചായയില അവിലിട്ട് കഴിക്കാറില്ല, അപ്പൊ അതുകൊണ്ട് നിനക്ക് അവിലുണ്ട്. അവില് ഒന്നൊന്നല്ല 2 പാക്കറ്റ് അവില്. പിന്നെ ചെറുപയർ കൂടിയത് മല്ലിപ്പൊടി. പിന്നെ അങ്ങനെ ചിക്കൻ മസാല, ആട്ടയൊക്കെ നമ്മള്. പിന്നെ അങ്ങനെ സാമ്പാർ പൊടിയത്, ചെറുപയർ. എന്താ ഒരു പാക്കറ്റ് അല്ലാട്ടാ, ചെറുപയറൊക്കെ എത്ര ഒരുപാട് വാങ്ങി, 2 പാക്കറ്റ്. പിന്നെ ഇതെന്താ മീൻ മസാല, എന്ത് ഇറച്ചി മസാല ആണല്ലോ. ഇത് വേറെ പ്രത്യേകം നോക്കിക്കൊണ്ട് കേട്ടോ. പിന്നെ സോയാബീൻ അവിടെ ഇരുന്നോ അറിയാം, നിക്കണെങ്കിൽ ഇരുന്നാ മതി, നിക്കണേ നിന്നോ എന്തും കാട്ടാം. ഓക്കെ. പിന്നെ ഇത് ഉയർന്ന്, ഇതെന്താ മുതിര, മുതിര. മമ്പയർ. എന്നോട് ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ കുറച്ച് മമ്പയർ ചെറുപയറെ കൊണ്ടുവന്ന് വെച്ചുവിടാറില്ല. പിന്നെ ഇത് ചിക്കൻ മസാല. ഇതെന്താ പുട്ടുംപൊടിയോ, റൈസ് പൗഡറാണ്, അരിപ്പൊടിയാണ്. വീണ്ടും മമ്പയർ. അടുത്ത കടല. ഇത് മറ്റൊരു കടല, ഗ്രീൻ പീസിന്റെ വെള്ളക്കടലയാണ്. പിന്നെ പരിപ്പ്. പിന്നെ വീണ്ടും ചില്ലി പൗഡർ. ഇതെന്താ പാൽപ്പൊടിയോ, നന്ദിനിയുടെ പാൽപ്പൊടി. അങ്ങനെ ഒരു കവറും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. മല പോലെ ആയിട്ടുണ്ടല്ലേ. ഇതിലെന്താ വെച്ചാല് ഇത്തരം സാധനങ്ങൾ നമുക്ക് ഇതിനെ ഒഴിവാക്കിയിട്ട് ഇത്തരം സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കേട് വരുന്നതല്ല. ഇത് പെട്ടെന്ന് കേട് വരുന്നതല്ല, അത്യാവശ്യം ഡേറ്റ് ഉള്ള സാധനങ്ങളാണ്. പക്ഷെ ഇനിയുള്ളത് എനിക്ക് തോന്നുന്നു ഡേറ്റ് വല്ലാതെ ഉണ്ടാവും. ഇതൊരു ബ്രെഡാണ്, ഇതൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ലൈസ് മിഠായി വീഡിയോസ് എടുക്കുക. വാവോ, ഇത് കേക്ക്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്, ഇവർക്ക് ഇഷ്ടമാണ് ഇതൊക്കെ അല്ലേ. പിന്നെ ചോക്ക് കോപ്പി അല്ലേ, ഇതും ഇഷ്ടം. പിന്നെ ഇതൊക്കെ ഇവരുടെ ചായക്കടിയൊക്കെയാണ്. ഇത് ബിസ്ക്കറ്റാ. ഇതൊന്നും പിന്നെ നമ്മൾ വാങ്ങിക്കില്ല, പക്ഷെ ഇതിന്റെ മുന്നേ വന്നത് ഇതിന്റെ വലുത് കൊണ്ടുവന്നത് ഈ ടൈപ്പോ. അലുവ, ഉണ്ണിയപ്പം. പിന്നെ ഞാൻ വീട്ടിലേക്ക് വല്ലാതെ വാങ്ങാത്തൊരു സാധനമാണത്, ഹോർലിക്സ്. അതുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി നോക്കണം. 3ാമത്തെ കവറായിരുന്നു. ഇതെന്താ സാധനം, ഇതെന്താ സ്വീറ്റ് ആണല്ലേ, ഗുഡ് ക്വാളിറ്റി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് ഇതിനകത്ത്? അതൊക്കെ കൊണ്ട് കേക്ക് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതിന് ചോക്കോസ് ഏത് ചോക്കോസ് നമ്മൾ ചിലവ് തന്നെ ആക്കാം. പിന്നെ ഇതുവരുടെ ഈവനിങ് ലൈസ്, വീണ്ടും ലൈസ്. ഞങ്ങൾക്കാണ് മനസ്സിൽ ലഡ്ഡു പൊട്ടിയിരിക്കുന്നത്. ബിസ്ക്കറ്റ്, കപ്പ് കേക്ക്, ഇതെന്താ സാധനം പറയാ, സോപ്പ്. ഈ സോപ്പ് കൊണ്ടുണ്ട് ഞാൻ കൂടി. അപ്പൊ ഇത്രയും സാധനങ്ങളായിട്ട് ഇന്നലെ അച്ചായന് രാത്രി 10:30 വന്നതാണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അച്ചായൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു വീഡിയോയിലും കാണിക്കുന്നതാണ്. ഞാൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്, ഈ ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇതൊന്നും നിങ്ങളെ കാണിക്കാന്ന് കരുതി. കാരണം അന്ന് ഇവർ കൊണ്ടുവന്നു, അന്ന് അച്ചായൻ കൊണ്ടുവന്നെന്ന് ഞാനത് കണ്ടിട്ടില്ല, ഇത്രയധികം സാധനങ്ങൾ ഉണ്ടാവുന്നതെന്ന്. എന്താ പറയാ, ഭയങ്കര അത്ഭുതമാണ് എനിക്കതൊക്കെ. കാരണം നമ്മൾ അങ്ങനെ അല്ലേ, നമുക്ക് ഇങ്ങനെ ഇതുവരെ അല്ലേ. അച്ചായൻ അന്ന് തന്നു, അന്നാണ് നമുക്ക് തുടക്കം. ഏതായാലും ഇത് വലിയൊരു അത്ഭുതമാണ്, വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഒരു 1.5-2 മാസം 2-3 മാസം അല്ലേ, കൊറേ മാസം തിന്നാനുള്ള സാധനം അവിടെ ഉണ്ട്. അപ്പൊ കൊറേ ദിവസം ഉണ്ടാവും. അപ്പൊ ഇത്രയും സാധനം നമുക്ക് അച്ചായൻ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോ എന്തായാലും ഇതൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് സൂക്ഷിക്കുവാണെങ്കിൽ കുറെ ദിവസം കഴിക്കാൻ വേണ്ടിട്ട് പറ്റും അല്ലേ. അപ്പൊ അത് ഇതൊക്കെ എന്താ പറയാ എയർ ടൈറ്റ് ആക്കിട്ടേ
സാധനമൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നിങ്ങൾക്ക് കേട് വരാതെ. ഓ വാവ്. ആര്യ ആര്യക്ക് എന്തൊക്കെയാണ് കിട്ടി? ബിസ്ക്കറ്റ് കിട്ടി, ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി, പിന്നെ ബ്രെഡ് ഉണ്ട്, ജാമുണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്. ഇതെന്താ സാധനം എനിക്ക് അറിയില്ല. ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ നമുക്ക്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ചിന്ന. ആ ഇതിലെന്താണുള്ളതെന്നൊന്ന് അറിയാൻ വേണ്ടി പറ്റും. കേട് വരുന്ന സാധനമൊക്കെ ആണെങ്കിൽ ഡേറ്റില്ല. അപ്പോൾ ഈ ഉണ്ണിയപ്പമൊക്കെ പെട്ടെന്ന് തീർക്കാം കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ വേഗം തിന്നോണ്ട് കേട്ടോ. ഇതാണ് ഉണ്ണിയപ്പം. ലഡു ആ ലഡു ആണ്. ലഡു ഒരു ലഡു ഒക്കെ കൊടുത്താൽ ആർക്കും ലഡു. അച്ചായൻ കൊണ്ടുവന്ന ലഡു കഴിച്ചു നോക്കി. സൂപ്പറാ ലഡു, സൂപ്പർ തന്നെയല്ലേ. അപ്പോൾ അത് ലഡു. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് അറിയാത്ത സാധനം വേറെ ഏതും ഇല്ലല്ലേ. ബാക്കിയൊക്കെ എന്താ പറയുക പലചരക്ക് സാധനങ്ങളാണ്. എന്താ പിന്നെ ആ പിന്നെ ഇതിൻ്റെ പെർഫ്യൂമാണ്. ഇത് അടിപൊളിയാണ്. ഒന്ന് കുടിച്ചാൽ നാട്ടിൽ നിന്ന് അടിച്ചോട്ടെ. സ്മെല്ല് എന്തല്ലേ കുപ്പിൻ്റെ ലുക്ക് തന്നെ കാണാൻ. ഓ കേട്ടെ സ്റ്റാൻഡിക്കൊക്കെ ഒന്ന് പോകുമ്പോൾ തിളങ്ങിയിട്ട് പോകാം. ഏതായാലും പോകാൻ. ഓ ഭയങ്കര സ്മെല്ലടാ, നല്ല അടിപൊളി. ഇതൊക്കെ ഒന്ന് ലൈറ്റ് ആവും തോന്നുന്നു കുറച്ച് കഴിഞ്ഞ്. ഇതിൻ്റെ പരിപാടി എങ്ങനെ അറിയില്ല. എന്തായാലും ഞാൻ അടിച്ചിരുന്നു. അഭിപ്രായം കിട്ടുമേ നമുക്ക്. എന്തായാലും സ്റ്റാൻഡൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്ക് അഭിപ്രായം കിട്ടും. നോടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതാണ് ഈ സാധനം. പിന്നെ നിങ്ങളത് എവിടെ? ഇതില്ലേ ഇത് 4 റൂമാണ്. ഇത് 4 റൂമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെടുക്കണ്ടോന്ന് പറഞ്ഞു. പ്രത്യേകം അറിയില്ലെങ്കിൽ വിളിക്കട്ടോന്നും പറഞ്ഞു. അപ്പം അതാണ് ഇതെന്താ തമ്മിൽ വ്യത്യാസം അല്ലേ. അട്രാക്റ്റഡ് ആണ് നമ്മൾ. വോയിസ് അട്രാക്റ്റഡ് ആവും. അപ്പം അങ്ങനെ എന്നാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓടാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലേക്കൊന്ന് പോവാണ്, അവളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെരിഞ്ഞിട്ടിട്ടുള്ള സാധനം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെരിഞ്ഞതാണ് ഞാൻ. ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണമല്ലോ ആര്യ. അടുക്കി പെറുക്കി വെച്ച് അവരെ വീട്ടിൽ കൊണ്ടാക്കി എന്നിട്ടുള്ള ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറ്റുക. അങ്ങനെയെങ്കിൽ കൊണ്ടുവന്ന പോലെ തന്നെ എല്ലാ സാധനം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ പൊറുക്കി. പിന്നെ അച്ചായനാകെ 1-2 മാസം ഇവിടെ ഉള്ള നാട്ടിൽ. പിന്നെ അച്ചായ US-ലേക്കും തിരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ തിരക്കായതുകൊണ്ട് ഇന്നലെ തന്നെ നമ്മൾക്ക് അത്രയും നേരം വൈകിട്ടാണ് ഇവിടേക്ക് വന്നത്. അധികം നേരം നിന്നിട്ടില്ല. അപ്പോൾ തന്നെ കുറച്ച് നേരം അമ്മേനെ ചിന്നുവിൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് പിന്നെ അങ്ങനെ പോയി. ആരും അപ്പയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അല്ലേ? അച്ചായനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഉറക്കം വന്നിട്ട് തന്നെ അവൾ ഉറങ്ങി. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ എല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇവളുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്ക് കുട്ടികൾക്കുള്ള കുറച്ച് മിഠായിയൊക്കെ എടുത്തിട്ടുണ്ട്. അവിടേക്കൊന്നും കാണിക്കണില്ല. ഞാൻ തന്നെ ഇപ്പോൾ 11 മണിയായി. കുറച്ച് കഴിഞ്ഞിട്ട് വരണം. ഈ വീഡിയോ ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയും തീർന്നു. അപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് എന്താ പറയുക എന്നുള്ളതല്ലല്ലോ. അതൊക്കെ നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അല്ലേ. കൊണ്ടുവന്നിട്ടുള്ള ഒരു കൂട്ടം നമ്മളൊന്ന് ഇട്ട് നോക്കുകയാണ്. എന്തായാലും ചേച്ചി അമേരിക്കയ്ക്ക് പോയിക്കണം, മീന ചേച്ചി. അപ്പോൾ പിന്നെ ചേച്ചിക്ക് അവിടെ നിന്ന് കാണുന്നത് വീഡിയോയിലാണ്. ആഹാ സുന്ദരി ആയിക്കണല്ലോ. കുപ്പായത്തിൻ്റെ അത് തന്നെ ലൂസുള്ള ടീഷർട്ട് തന്നെയാണ്. ഇത് ഞാനൊരെണ്ണം വാങ്ങിയില്ലേക്ക് രാജേട്ടൻ വാങ്ങി തന്നു. ആ ടൈപ്പാണ് ഇതും തന്നെ. അമേരിക്കൻ ഗേൾ ആയിപ്പോൾ. വാവോ. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഉണ്ടോ? അതും കൂടി ഇട്ടോക്കാം. അതും കൂടി ഇട്ടോക്കട്ടെ. ഞാൻ അടുത്ത രണ്ടാമത്തത്. ഇത് ഇട്ടപ്പോൾ ശരിക്കും അമേരിക്കൻ ഗേളായോ? ഒരു പോരല്ലോ കുറച്ച്. പക്ഷെ ഇത് 5ാമത്തെ വയസ്സിനുള്ളതാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവൾക്ക് 5 വയസ്സ്. ഈ ആഗസ്റ്റ് 30-ലാണ് അവളുടെ ഡേറ്റ്, എന്താ പറയുക, ബർത്ത്ഡേ. അപ്പോൾ അന്നേക്ക് അവൾക്ക് 5 വയസ്സ് തികയും. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇത് ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു തന്നെ ഉള്ളൂ. ഒരു ചെറിയൊരു വീഡിയോ ആണ്, എനിക്കും അറിയാം. അപ്പോൾ എൻ്റെ ഇത്തരത്തിലുള്ള അനുഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു എന്നുള്ളത് മാത്രം. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.